പോവുകയാണോ എൻ പ്രിയ വൈദിക? നിങ്ങൾ തൻ ജീവിത ബലി പൂർത്തിയാക്കി ചങ്ങനാശ്ശേരി അതിരൂപതാംഗവും ചമ്പക്കുളം സെന്റ് മേരീസ് ബസിലിക്കയുടെ റെക്ടറുമായ ഫാദർ ഗ്രിഗറി ഓണക്കുളം നിര്യാതനായി. അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന ഇടവകാംഗമായ ഫാദർ ഗ്രിഗറിയുടെ വേർപാടിന്റെ വേദനയിലാണ് വിശ്വാസികൾ. മൃതസംസ്കാര ശുശ്രൂഷകൾ ഒക്ടോബർ 5 ശനിയാഴ്ച അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ നടക്കും. ഒക്ടോബർ 4 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ 2 വരെ ചെത്തിപ്പുഴ സെന്റ് തോമസ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ പൊതുദർശനം നടക്കും. തുടർന്ന് 3 മണി മുതൽ 4 മണി വരെ ചമ്പക്കുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. വൈകിട്ട് 6 മണി മുതൽ അതിരമ്പുഴയിലുള്ള സഹോദരൻ ഫ്രാൻസിസ് എബ്രഹാം ഓണംകുളത്തിൻ്റെ വീട്ടിൽ പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട്. ഒക്ടോബർ 5 ശനിയാഴ്ച വൈകിട്ട് 2:10 അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ മൃതദേഹം എത്തിക്കും. തുടർന്ന് വിശുദ്ധ കുർബാനയും ശുശ്രൂഷകളും നടക്കും. സഹനദാസൻ ബെനഡിക്റ്റ് ഓണംകുളം അച്ഛൻ്റെ കുടുംബത്തിലെ അംഗമായ ഫാദർ ഗ്രിഗറി ഓണംകുളം 1961 ജൂലൈ 6 ലൂക്ക ഫ്രാൻസിസ് ചിന്നമ്മ ദമ്പതികളുടെ മകനായാണ് ജനിച്ചത്. 1987 ഏപ്രിൽ 21 പൗരോഹിത്യം സ്വീകരിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ നിരവധി ഇടവകകളിൽ ഫൊറോന വികാരിയായും വൈദികനായും സഹവൈദികനായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗ്രിഗറി ഓണംകുളത്തച്ഛൻ്റെ വേർപാടിൻ്റെ വേദനയിലാണ്. പുരോഹിത സമാധാനത്തോടെ പോവുക. നല്ലൊരു വൈദികൻ യാത്രയായി. ബഹുമാനപ്പെട്ട ഓണംകുളത്തച്ഛനെ ദീർഘകാലമായിട്ടുള്ള ഒരു സ്നേഹബന്ധമുണ്ട്. എപ്പോഴും കാണുമ്പോഴത്തേക്ക് സോണിച്ച ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നിന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ആ വർത്തമാനത്തിൽ അച്ഛൻ എപ്പോഴും പറയുന്നത് പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള കാര്യത്തെക്കുറിച്ചാണ്. നമുക്ക് ഇടവകളിലെ പാവങ്ങളെ സഹായിക്കാൻ ഒരു പദ്ധതിയുണ്ട്. നമുക്ക് ആ പദ്ധതി ഒന്ന് വിജയിപ്പിക്കണം. അല്ലെങ്കിൽ വേദനിക്കുന്നവരും പ്രയാസം അനുഭവിക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ, അവരെ നമുക്ക് രക്ഷിക്കണം. അച്ഛൻ്റെ ഒറ്റയൊരു ചിന്ത ഇത് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. ഞാൻ ഓർത്തു പോകുന്നത് വിയാനി പുണ്യവാളനെ കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ഓണംകുളത്തച്ഛന് നല്ലൊരു അജപാലകനായിരുന്നു. ആഴ്സിലേക്കുള്ള വഴി ഏതെന്ന് ചോദിച്ച വിയാനി പുണ്യവാളൻ ആ ജനത്തോട് പറയുകയാണ്, കണ്ടവരോട് പറയുകയാണ്, നിങ്ങളെനിക്ക് ആഴ്സിലേക്കുള്ള വഴി കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം. വാസ്തവത്തിൽ ഓണംകുളത്തച്ഛൻ്റെ അജപാലനുമായി ബന്ധപ്പെട്ട് അച്ഛൻ ഓരോ ഇടവകളിലിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പരമപ്രധാനമായ ഒരു പ്രസ്ഥാനമായിരുന്നു ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ ചാസ്. ചാസിൻ്റെ ഡയറക്ടറായിട്ട് അതിരൂപത ആകമാനം അല്ലെങ്കിൽ ആഗോള കത്തോലിക്ക സഭയോട് ചേർന്ന് അച്ഛൻ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചു. CBSE അതുപോലെയുള്ള സംവിധാനത്തിൽ പോലും ചാസിൻ്റെ പ്രവർത്തനങ്ങൾ മുൻനിർത്തി പറയുവാനായിട്ട് സാധിച്ച ഒരു വൈദികനാണ്. ചങ്ങനാശ്ശേരിക്ക് ഒരു അഭിമാനമായിരുന്നു. മറ്റു രൂപതകൾ പോലും അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കണ്ടതായിട്ട് മറ്റു രൂപതകളിലെ ഡയറക്ടർമാർ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കാര്യങ്ങൾ നോക്കുന്നവർ പോലും പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഓണംകുളത്തച്ഛനെ കുറിച്ച് എനിക്കൊരു മറ്റൊരു ചിന്ത പറയാനായിട്ടുള്ളത്, പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ വിയാനി പുണ്യവാളനെ കുറിച്ച് പറഞ്ഞത് അതേ അർത്ഥത്തിൽ ഞാനും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ലൂമിനസ് സ്റ്റാർ ആയിരുന്നു വിയാനി പുണ്യവാളൻ. വാസ്തവത്തിലെ അവസാനത്തെ അജപാലന ശുശ്രൂഷ നടന്നത് ചമ്പക്കുളം ബസിലിക്കയിലായിരുന്നു. ആ ബസിലിക്കയിലെ ചമ്പക്കുളത്ത് അച്ഛനൊരു ലൂമിനസ് സ്റ്റാർ തന്നെയായിരുന്നു. ഒരു വലിയൊരു പ്രകാശം അച്ഛൻ പരത്തി. അച്ഛൻ്റെ ആ വലിയ പ്രകാശത്തിൻ്റെ വലിയൊരു അത്ഭുതം കൂടി ഞാൻ കാണുകയാണ്. ഞാൻ ചൊവ്വാഴ്ച ചമ്പക്കുളം പള്ളിയിലെത്തിയപ്പോൾ അച്ഛൻ അവിടെ ഇല്ലായിരുന്നു. അച്ഛനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അച്ഛന് ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് അറിയുവാൻ സാധിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, 2-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം കൊച്ചുപള്ളിയിലെ ചമ്പക്കുളത്തെ പ്രധാനപ്പെട്ടൊരു പെരുന്നാളാണ്. അവിടുത്തെ തിരുനാളിനനുബന്ധിച്ചുള്ള പതാക അച്ഛൻ ഉയർത്തി. അച്ഛൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഒരു ശുശ്രൂഷയായിരുന്നത്. ആ പതാക ഉയർത്തിയത് സ്വർഗത്തിലേക്ക് പ്രാർത്ഥനകളാവുന്ന ദൈവത്തിൻ്റെ കൃപകൾ ഒഴുകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉയർത്തിയ പതാക വാസ്തവത്തിലെ അച്ഛൻ സ്വർഗത്തിലേക്ക് തന്നെ യാത്രയാവുകയായിരുന്നു. അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ നിരവധിയാണ്.
കാരുണ്യത്തിൻ്റെ വക്താവായിരുന്നു. അച്ഛനെ അലിവുള്ള ഒരു ഹൃദയം അച്ഛൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഈശോ പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. അച്ഛൻ്റെ പൗരോഹിത്യം മുഴുവനും അതുതന്നെയായിരുന്നു. നല്ല സമരിയാക്കാരൻ്റെ ഉപമ, നീയും പോയി അതുപോലെ ചെയ്യുക. ഓണംകുളത്തച്ഛനെ കാണുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയിൽ വരുന്നതാണ്, നീയും പോയി അതുപോലെ ചെയ്യുക. പൗരോഹിത്യ ജീവിതം മുഴുവനും അതുതന്നെയായിരുന്നു. 63 വയസ്സ് കാലം വരെ അച്ഛൻ ചെയ്തത് ഈശോയുടെ വചനങ്ങൾ ഉൾക്കൊണ്ട് ചെയ്ത ഒരു പുണ്യ പുരോഹിതനായിരുന്നു ബഹുമാനപ്പെട്ട ഓണംകുളത്തിലച്ഛന്. അച്ഛൻ്റെ ശുശ്രൂഷ മഹനീയമായിരുന്നു. അച്ഛൻ തീർച്ചയായിട്ടും സ്വർഗത്തിൽ പരമപിതാവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു. പരമപിതാവിനെ സ്പർശിക്കുവാനായിട്ട് അച്ഛന് സാധിച്ചു. അച്ഛൻ്റെ പ്രാർത്ഥന ഞങ്ങൾക്കും. അച്ഛന് ആദരാഞ്ജലികൾ. പോവുകയാണോ എൻ പ്രിയ വൈദിക, നിങ്ങൾ തൻ ജീവിത ബലി പൂർത്തിയാക്കി ഈ ലോക ജീവിതം ധന്യമാക്കി നാഥന്റെ ചാരേ പോവുകയാണോ എൻ പ്രിയ വൈദിക.